ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന എന്നല്ല, ഞാൻ അവന് തക്കതായ തുണിയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളിച്ചെയ്തു. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു ഏകാന്തതയിലൂടെയാണോ കടന്നു പോകുന്നത് എങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രോജക്റ്റ് അല്ല പ്രിയരെ. ഏകാന്തത ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ്. ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, അത് പൈശാചിക മണ്ഡലമാണ്. നിന്നെ ഒറ്റയ്ക്ക് നിർത്തി നിൻ്റെ ഹൃദയത്തിനകത്ത് ദുശ്ചിന്തകൾ, വേദനകൾ, നിന്ദകൾ, സ്വയസഹതാപം എന്നിവ, നിരാശകൾ കുത്തി നിറച്ച് നിന്നെ എന്നേക്കുമായി ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്നും മാറ്റി ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടു എന്നുള്ള നിരാശയുടെ ചിന്തയ്ക്കകത്ത് ഇടനാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം എപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത്, ഞാൻ നിന്നെ തനിച്ചാക്കി വിടുന്നവനല്ല, ലോകാവസാനത്തോളം എല്ലാ നാളും നിൻ്റെ കൂടെ ഉണ്ടാകും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് നിൻ്റെ കൂടെ ഒരാളത്തമായി ഇറങ്ങി നിൽക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയരെ, നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങൾ എൻജോയ് ചെയ്യരുത്. ഏകാന്തതയ്ക്കകത്ത് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ പ്രഖ്യാപിക്കണം, യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ഏകാന്തത ഇപ്പോൾ തന്നെ മാറിത്തുടങ്ങട്ടെ. എനിക്ക് വേണ്ടിയുള്ള തക്ക തുണകളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ അരികിലേക്ക് വരട്ടെ. നിങ്ങളൊരു വിവാഹം കഴിക്കാത്ത വ്യക്തിയാണെങ്കിൽ പ്രഖ്യാപിക്കുക, യേശുവിൻ്റെ നാമത്തിൽ തക്കതായ ഒരു തുണ എൻ്റെ ലൈഫിനകത്തുണ്ടായി വരട്ടെ. നിങ്ങളുടെ ശുശ്രൂഷകനാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കൂ, എൻ്റെ മിനിസ്ട്രിക്ക് ആവശ്യമായ വ്യക്തികൾ, എൻ്റെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യേണ്ട വ്യക്തികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ തക്ക തുണിയായിട്ട് ഇറങ്ങി വരട്ടെ. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുമോ, യേശുവിൻ്റെ നാമത്തിൽ തക്ക പാർട്ട്ണർ എൻ്റെ ബിസിനസ്സിനകത്ത് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഏകനായി നിന്നെ വിടുവാൻ എൻ്റെ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നവനെ അല്ല. പ്രിയരെ, ഏകാന്തത അതിനകത്ത് നീ വീഴരുത്, അതിനകത്ത് ഒറ്റപ്പെട്ടു പോകരുത്. പിശാചിൻ്റെ തന്ത്രത്തിനകത്ത് വീഴാതെ വണ്ണം എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ നീ നിന്നെ തന്നെ ഒരുക്കുക. ഏകാന്തതയ്ക്കകത്ത് ആഴത്തിലിറങ്ങി നിൻ്റെ ഹൃദയത്തെ നിരാശയുടെ കയത്തിനകത്തേക്ക് വീഴുവാൻ നീ ഒരിക്കലും അനുവദിക്കാതെ വണ്ണം ഈ വചനങ്ങൾ നിന്നെ ബലപ്പെടുത്തുമാറാകട്ടെ. ഏകനായി നിന്നെ വിടുവാൻ എൻ്റെ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നു.